ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ്റെ അഹങ്കാരത്തെപ്പറ്റിയും തരംതിരിവിനെ പറ്റിയും നമ്മുടെ മീനാക്ഷിയും അതുപോലെ മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദേവി ചേച്ചി ചോദിച്ചപ്പോൾ എന്താ ഉത്സാഹം പറഞ്ഞു വിടാനായിട്ടെന്നും പറഞ്ഞിങ്ങനെ പറയുമോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും അത്ര നിർബന്ധിച്ചതല്ലേ ആനന്ദേട്ടൻ, നമുക്കൊന്ന് പോയേക്കാം അല്ലേ എന്ന് മിത്ര. അപ്പോൾ ഇനി നമ്മൾ കാരണം അവരുടെ ഇതൊന്നും വെറുതെ ഇതായി പോവണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പിന്നെ ഈ യാത്രയിൽ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യണം. അതെ, ഞാനും അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇത്രയും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ടേക്ക് വന്നു. എന്താ ദേവേച്ചിയെ മാറ്റി നിർത്തിയിട്ട് രണ്ടുപേരും കൂടെ എന്നും ചോദിച്ചു. അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ, നമ്മളെപ്പോഴാ ദേവേച്ചിയെ മാറ്റി നിർത്തിയേ എന്നും മിത്ര ചോദിച്ചപ്പം തമാശ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിള്ളേരെ. അത് ശരിയാ, സത്യം ഏതാ തമാശ ഏതാന്ന് പലപ്പോഴും തിരിഞ്ഞു പോകാറുണ്ടെന്ന് മീനാക്ഷി അന്നേരം ദേവിയോട് പറഞ്ഞു കേട്ടോ. ഞങ്ങളെ ആ യാത്രയുടെ കാര്യം പറയായിരുന്നു എന്ന് പറയുമ്പം അപ്പം നിങ്ങളും യാത്ര പോവുകയാണോ, എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പം എങ്ങോട്ടാണെന്നോ, തേക്കടിക്ക് പോകുന്ന കാര്യം. അപ്പോഴേക്കും ദേവി ഇങ്ങനെ എന്താ, അപ്പം സത്യം പറയാമല്ലോ, നിങ്ങൾ സന്തോഷമായിട്ട് പോകുന്നൊരു യാത്രയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് കൂടെ വരാനേ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ആനന്ദേട്ടൻ നിർബന്ധിച്ചാൽ പിന്നെ ഞാൻ കൊഴിഞ്ഞു മാറാൻ പറ്റത്തില്ലല്ലോ എന്ന് മീനും. അത് ശരിയാ, അതെ, അതുകൊണ്ടാ ഞങ്ങളും കൂടെ വരാമെന്ന് തീരുമാനിച്ചതെന്ന് നമ്മുടെ മിത്രയും പറഞ്ഞു. അപ്പം ഇവർ ഞങ്ങളുടെ കൂടെ തേക്കടിയിൽ വരുന്നുണ്ടല്ലോ എന്ന് ദേവി ചിന്തിക്കാം. ആനന്ദേട്ടൻ ഇത് എന്ത് പണി കാണിച്ചെന്നൊക്കെ മനസ്സിൽ ദേവി നിന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രയും മീനും കൂടെ നോക്കുക. അപ്പോൾ ദേവേടത്തി എന്താ ആലോചിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വരുന്നത് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പം അയ്യോ നിങ്ങൾ വരണം, ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് പോകാം, എന്തേ ശരി എന്നും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് അങ്ങ് പോയി. ദേവിക്കാണെങ്കിൽ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവി അങ്ങ് പോയപ്പോഴത്തേക്കും മീനു മിത്രയും കൂടെ നിൽക്കുക. അപ്പം മിത്ര ചോദിച്ചു, നമ്മൾ കൂടി പോകുന്ന കാര്യം ദേവി ചേച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? നമ്മൾ പറയുന്നത് കേട്ടിട്ട് മുഖത്തൊരു സന്തോഷം വന്നതുപോലും ഇല്ലല്ലോ എന്ന് മിത്ര. എനിക്കും അത് തോന്നി, എന്തോ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മീനും ഇങ്ങനെ നിന്ന് ആലോചിക്കുക. ഈ സമയത്ത് നമ്മുടെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദേവി ഇങ്ങനെ തോടെ ചാരി ഇങ്ങനെ നിൽക്കുവാണ്. ആനന്ദ് ഓടി ചെന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി എന്തേ കാണിച്ചതെന്ന് ചോദിച്ചു. പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ എങ്ങനെയാണ് ചേട്ടാ, ആരാണെങ്കിലും പ്രതീക്ഷിക്കാതെ പുറകെ വന്ന് കെട്ടിപ്പിടിച്ച് പേടിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുക ദേവി. അല്ല എന്ത് പറ്റി, വലിയ ആലോചനയിലൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കോ എന്ന് ദേവി ചോദിച്ചു. അപ്പം ചോദിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ദേവിയെ പറ്റി നന്നായിട്ട് അറിയാമല്ലോ, പിന്നെ എന്താന്ന് ചോദിച്ചു. ആ സ്ഥിതിക്ക് തെറ്റിദ്ധാരണയുടെ യാതൊരു പ്രശ്നവും ഇല്ല. അല്ല അതെ, നമ്മൾ ഹണിമൂണിന് പോകുമ്പോഴേ ബാക്കി എല്ലാവരെയും കൂടി ആനന്ദേട്ടൻ നിർബന്ധിച്ച് കൂടെ കൂട്ടി എന്ന് പറഞ്ഞു, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവിയുടെ മുഖം അങ്ങ് വാടി. പെട്ടെന്ന് എന്താ അതിൽ ദേവിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അല്ല അത് പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നേ, ഹണിമൂണിന് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ പോവേണ്ടത്, എല്ലാവരെയും കൂട്ടി പോയ ആളുകളൊക്കെ എന്ത് പറയുമെന്ന് ചോദിച്ചു. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. അല്ല ആനന്ദേട്ടാ, പിന്നെ ഇതിപ്പോഴേ നമ്മുടെ ഹണിമൂണല്ലേ, അപ്പം പിന്നെ നമ്മൾ തനിച്ച് പോകുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ആനന്ദൻ എന്തോ പോലെ, അതല്ലേ അതിൻ്റെ ഒരു ഭംഗി, ഒരു മര്യാദ. അപ്പം അതെ ഇവിടെ നോക്കിക്കേ ദേവി, അതെ നമ്മുടെ വീട്ടിൽ ഏറ്റവും അവസാനം കല്യാണം കഴിച്ചത് ഞാനാണല്ലോ. പിന്നെ മറ്റുള്ളവർക്കേ നല്ല കല്യാണമോ ഹണിമൂണോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയും എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടോ അന്നേരം ദേവി. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അവരെയും നമ്മുടെ യാത്രയിൽ കൂടെ കൂട്ടുന്നതെന്ന് പറഞ്ഞു. ദേവി ഈ വല്യേട്ടൻ എന്നുള്ളൊരു നിലയിൽ ആ ഒരു പരിഗണന കാണിക്കേണ്ട ഉത്തരവാദിത്വം അതെനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദേവി തലയാട്ടി. എൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ദേവി അവരുടെ ഏട്ടത്തിയാണെന്ന് പറഞ്ഞു. തലയാട്ടി. ദേവിയുടെ മനസ്സിലും ആ പരിഗണന അതെന്തായാലും ഉണ്ടാകണം, എനിക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് പറയുമ്പം അല്ല ആനന്ദേട്ടാ, ഞാൻ പരാതിയൊന്നും പറഞ്ഞതല്ല കേട്ടോ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെ എനിക്ക് മനസ്സിലായി താൻ പറഞ്ഞത് എന്താണെന്ന്. അല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം തോന്നുമല്ലോ, അതിനുള്ള ഉത്തരവും ഞാൻ പറഞ്ഞല്ലോ. അവിടെ കൊണ്ട് കാര്യം കഴിഞ്ഞു. ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ലേ, എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴല്ലേ ജീവിതത്തിൽ ആനന്ദം കൂടുന്നത്. മനസ്സിലായെന്ന് ചോദിച്ചു. മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ആനന്ദ് അകത്തേക്ക് പോയി. ദേവിയാണെങ്കിൽ എന്നാലും ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് പിന്നെ നമ്മുടെ ഗോമതിയോട് ചെന്ന് മറ്റേ രണ്ട് മരുമക്കളും കൂടെ വരുന്നതിനെ പറ്റി പറയുമ്പോൾ എൻ്റെ പൊന്നോ വേണ്ട ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്, നിങ്ങൾ പിള്ളേർ തന്നെ ആഘോഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഇത്രയും മീനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക.
ഇനി ഞങ്ങളും കൂടി വരണം, നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എന്ന് കുറ്റം പറയണം. വേണ്ടേ വേണ്ട, ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട. അന്ന് കൊടൈക്കനാലിൽ കിടന്ന് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയതോടുകൂടി തീരുമാനിച്ചു ഇനി ഇല്ലേ ഇല്ലാന്ന്. അപ്പം അത് കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പം അപ്പച്ചി ന്യൂജനായില്ലേ, അപ്പച്ചിയും കൂടെ വരാൻ പറഞ്ഞു മിത്ര. നമുക്കേ വേറൊരു വണ്ടിയിൽ പോവാം. ആനന്ദേട്ടനും ദേവിയടത്തേക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. അപ്പം ബാലേട്ടൻ്റെ കാര്യം, ബാലേട്ടൻ നമ്മുടെ കൂടെ വരണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും അപ്പോൾ അല്ല അത് പിന്നെ അപ്പോൾ കിടന്ന് മുക്കയും മൂളേണ്ട ആവശ്യമൊന്നുമില്ല. ബാലേട്ടനെ യാത്രയ്ക്ക് കൂടെ ഉണ്ടാവണോ വേണ്ടയോ അത് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ദേ മിത്രമോള് പറ, വേണോന്ന് ചോദിച്ചു. അച്ഛൻ കൂടെ വരണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അയ്യോ അമ്മേ അതല്ല, അങ്ങനെയല്ല. അപ്പം ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും യാത്രയ്ക്കൊക്കെ നിങ്ങൾ പോയാൽ മതി, ഞങ്ങൾ വരുന്നില്ല എന്ന് ഗോമതി തറപ്പിച്ച് പറഞ്ഞു. ശരിയാവില്ല ഞങ്ങൾ വന്നാലെന്ന്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ബാലൻ അവിടെ ഇരിക്കുമ്പോൾ ആനന്ദ് അങ്ങോട്ടേക്ക് വരിക. ആനന്ദ് വന്നപ്പം അതെ യാത്ര പോകുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം കേട്ടോ എന്ന് ബാലൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ യാത്രയ്ക്കൊക്കെ അനുവദിച്ചെങ്കിലും എനിക്കൊരു സമാധാനം ഇല്ലെന്ന് ബാലൻ ആനന്ദിനോട് പറയാം. പിന്നെ മുൻപ് ആകാശ മീനാക്ഷിയും കൊടൈക്കനാലിൽ പോയപ്പോൾ ഞങ്ങളും കൂടെ പോയായിരുന്നു, ഒരു സമാധാനക്കേടും ഇല്ലായിരുന്നു എന്നിങ്ങനെ ബാലൻ പറഞ്ഞു. ആര്യനും ആകാശവും കൂടെ വരുന്നുണ്ടെന്നുള്ള കാര്യം പറയണോ? പക്ഷെ അത് പറഞ്ഞാൽ അച്ഛന് ദേഷ്യം വന്നാലോ എന്നിങ്ങനെ ആനന്ദ് ചിന്തിക്കുക. അതുകൊണ്ട് എന്തായാലും ഇപ്പം അത് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആനന്ദ് നിൽക്കുമ്പോൾ മോനെ ആനന്ദേ നീ എന്താണ് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛാ എല്ലാം സൂക്ഷിച്ചോളം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളും കൂടെ വരണമെന്നുണ്ടെങ്കിൽ നീ മടിക്കാതെ പറഞ്ഞു, ഞങ്ങൾ വരാടാ എന്ന് പറഞ്ഞു ബാലൻ. അയ്യോ വേണ്ടച്ചാ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താടാ നീ പേടിച്ചതുപോലൊക്കെ പറയുന്നേ? പേടിച്ചതൊന്നും അല്ല, പിന്നെന്താ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടേ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും നീ അറിയണ്ട, അച്ഛൻ ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ വരണമെങ്കിൽ നീ പറഞ്ഞാൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അയ്യോ അച്ഛൻ വേണ്ട, ഞാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം, അച്ഛൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദം പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ലെന്നേ ഞാനല്ലേ പറയുന്നേ. ശരി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആനന്ദ് ഇങ്ങനെ അവിടെ നിൽക്കുക. എൻ്റെ ദൈവമേ അച്ഛൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആനന്ദ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ബാലൻ കടയിലേക്ക് ചെന്നു. അപ്പോൾ ബാലൻ ആകെ ഒരു ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാമേട്ടൻ ചോദിച്ചു എന്ത് പറ്റി ബാല, എന്താ വിഷമം എന്ന് ചോദിച്ചു. ഞാൻ 2-3 ദിവസമായി രാമേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എന്തായാലും കാര്യം പറയാൻ പറഞ്ഞു രാമേട്ടൻ. അത് പിന്നെ രാമേട്ടൻ എനിക്ക് തന്നില്ലേ രൂപ കല്യാണ സമയത്ത്, അത് നീ ഇപ്പോഴെങ്കിലും തരണ്ടടാ. അതെ അതിപ്പോഴെങ്ങും നീ തരണ്ടാന്ന്. ഞാൻ നിന്നോട് പൈസ പറ്റി വല്ലതും ചോദിച്ചോന്ന് ചോദിച്ചു. അല്ല വിവാഹം കഴിഞ്ഞാൽ വൈകാതെ തരാമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നതല്ലേന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ലേ എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പം നീയും ഞാനും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് വാക്കുകൾ വല്ലതും ഉണ്ടോ ബാല? നീ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് അത് തന്നെ അതുപോലുള്ള സ്വാതന്ത്ര്യം എടുക്കാനല്ലേ. എടാ അടിക്കണക്ക് വെച്ച് കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ പിന്നെ അടുപ്പം എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം എന്താടാ? നീ അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം രാമേട്ടൻ നീ അന്നൊരിക്കലും എന്നോട് പറഞ്ഞില്ലേ 2 വയറ്റിൽ പിറന്ന കൂടപ്പിറപ്പുകളാണ് നമ്മളെന്ന്. ആ കൂടപ്പിറപ്പുകൾ തന്നെയാടാ നമ്മൾ. ഒരു കൂടപ്പിറപ്പിനല്ലേടാ മറ്റൊരു കൂടപ്പിറപ്പിനെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ആ പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും ബാലൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. ദേവിയുടെ. അച്ഛാ സുഖമല്ലേ അവിടെ? സുഖമാണ് മോളെ. അല്ല എന്താ അച്ഛൻ വൈകിട്ടത്തേക്ക് ചായയോ പലഹാരമോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ എന്ന് ദേവി. അയ്യോ വേണ്ട മോളെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെ ചായ ഇവിടെ ഞാൻ രാമേട്ടനും കൂടെ അടുത്തുള്ള കടയിൽ നിന്ന് കുടിക്കും, അതാ പതിവ് എന്ന് പറഞ്ഞു. ശരി പാലച്ച. പിന്നെ ഒരു കാര്യം, വൈകിട്ട് ചുമ്മാ എന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാകട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ എൻ്റെ സ്വന്തം അച്ഛനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണെന്ന് ദേവി. അയ്യോ ആണോ മോളെ? അതെ അച്ഛാ. മോളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേ വല്ലാണ്ട് സന്തോഷമുണ്ട് അച്ഛനെന്ന് പറഞ്ഞു. ശരി. പിന്നെ രാമേട്ടനോട് അന്വേഷണം പറഞ്ഞേക്കണേ ബാലച്ചാ. പറയാം മോളെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് വെച്ചു. അങ്ങനെ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയാണോ വിളിച്ചതെന്ന് ചോദിച്ചു രാമേട്ടൻ. അപ്പോൾ മിനിറ്റിന് വിളിച്ച് സുഖകരമൊക്കെ ആ കൊച്ചു തിരക്കുവോ? മോള് പറഞ്ഞതെന്താണെന്ന് അറിയാവോ? എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ സ്വന്തം അച്ഛനോട് സംസാരിക്കുന്നത് പോലുള്ളൊരു തോന്നലാണെന്ന്. എന്നാൽ പിന്നെ സ്വന്തം അച്ഛനെ വിളിച്ച് സംസാരിച്ചാൽ പോരേ? രാമേട്ടൻ എന്താ ഈ പറയണത്? വന്നു കയറിയ വീട്ടിലും സ്വന്തം അച്ഛൻ്റെ കരുതൽ കിട്ടുന്ന ഒരു തോന്നലാണ് ഇപ്പോൾ ദേവിമോൾക്കുള്ളതെന്ന കാര്യം ബാലൻ ഇങ്ങനെ പറയണം. വൈകുന്നേരം ചായയൊക്കെ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അത് കൊള്ളാം, 10 രൂപയുടെ ചായക്ക് 100 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് കൊണ്ടുവരാമെന്നല്ലേ രാമേട്ടാ? 10 രൂപയുടെ ചായക്ക് 100 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് കൊണ്ടുവരാമെന്നല്ലേ? 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 10 രൂപ
10 രൂപയും 100 രൂപയും അതൊന്നുമല്ല പ്രധാനം, നമ്മളോട് കാണിക്കുന്ന സ്നേഹം അതാണ് പ്രധാനം എന്ന് പറയുമ്പോൾ അതെ, മറ്റാരിലും കാണാത്ത ഒരുപാട് ഗുണങ്ങൾ ദേവി മോളിൽ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ശരിയാ, മറ്റാരും ഇത്രയും ദൂരത്തു നിന്ന് ചായയായിട്ട് വരില്ല എന്ന് പറഞ്ഞു നമ്മുടെ രാമേട്ടൻ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. പിന്നെ അവിടെ കൃഷ്ണമംഗലമാണ് കാണിക്കുന്നത്. മിഥുന നേരം ഇവർ ട്രിപ്പ് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. ട്രിപ്പ് പോകുന്ന സമയത്ത് അവരെ തട്ടാം എന്നുള്ള ഒരു ഇതിൽ ഇവരിവിടെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കുക. ആ സമയത്ത് പിന്നെ നമ്മുടെ ദേവമംഗലത്ത് ആനന്ദും ദേവിയും കൂടി ഇരിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ ട്രിപ്പിനെ പറ്റിയൊക്കെ സംസാരിക്കുവാണേ. ട്രിപ്പിന് എല്ലാവരും കൂടെ പോകുന്നൊക്കെ ശരി, പക്ഷേ ഇത് നമ്മുടെ ഹണിമൂൺ യാത്രയാണ്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വേണം കേട്ടോ തീരുമാനിക്കാൻ എന്ന് ദേവി പറയണം. അത് ആനന്ദേട്ടൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല എന്ന് വെച്ചാൽ മനസ്സിലായില്ല ദേവി എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതിപ്പോൾ എവിടെ താമസിക്കണം, ആഹാരം കഴിക്കുന്നത് എവിടെ, ഉച്ചഭക്ഷണത്തിന് എത്ര മണിക്ക് വണ്ടി നിർത്തണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ വേണം കാര്യങ്ങൾ. എന്താ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അതെ എല്ലാവരും കൂടിയുള്ള യാത്രയല്ലേ, അപ്പോൾ എല്ലാവരും ഇഷ്ടം നമ്മൾ നോക്കണ്ടേന്ന് ചോദിച്ചു. അതിപ്പോൾ എന്തിനാ അങ്ങനെ നോക്കുന്നേ, ഇത് നമ്മുടെ യാത്രയല്ലേ എന്ന് ദേവ്യാനന്ദനോട് ചോദിക്കണം. നമ്മുടെ ഇഷ്ടം എന്താണോ അത് അവർ അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാനതൊക്കെ കേട്ടോണ്ടിരിക്കുക. അന്നൊരു ദേവി പറഞ്ഞതിനെല്ലാം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അന്ന് പോയ യാത്രയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ ആകാശും മീനും കൂടെ ഹണിമൂണ് പോയതൊക്കെ. അപ്പോൾ അന്ന് അച്ഛനും അമ്മയും കൂടെ പോയ കാര്യമൊക്കെ പറഞ്ഞു. എല്ലാവരെയും കൂടെ കൂട്ടിയാണ് പോയതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അന്ന് ഞാനും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞെല്ലാം ആ ഒരു ഇത് നമ്മുടെ ആനന്ദ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ദേവി അവരുടെ കയ്യിൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും കാണില്ല. ആര്യന് ഫുഡ് ഡെലിവറിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാശല്ലേ കയ്യിൽ കാണത്തുള്ളൂ. ആകാശ് പിന്നെ കടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കാശ് ചിലവഴിക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു ആനന്ദിനോട് ഈ ദേവി. അപ്പോൾ എൻ്റെ പൊന്ന് ദേവി, നിനക്കേ ഞങ്ങളുടെ ബന്ധം പൂർണ്ണമായും അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ 3 പേരും മറ്റൊരാളുടെ നേട്ടത്തിൽ സന്തോഷിക്കുന്നവരാണെന്ന കാര്യം ആനന്ദ് പറഞ്ഞു. മുമ്പ് ഞങ്ങളിൽ ആർക്കെങ്കിലും അമ്മ ഒരു പ്രധാനപ്പെട്ട വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലും ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ദേവി, ഞങ്ങൾ ഒരിക്കലും ഒന്നിനും കണക്ക് വെച്ചിട്ടില്ല, കണക്ക് പറഞ്ഞിട്ടുമില്ല എന്നും ആനന്ദ് പറയാം. പിന്നെ അതൊരു കാര്യമാണ്. പിന്നുണ്ടല്ലോ, പിന്നെ ഒരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട്. ഇത്തരം യാത്രകളിൽ എൻജോയ് ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാതെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റിൽ കളഞ്ഞാളെന്ന് കളയണമെന്നല്ലേ പറയാം, ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. ആനന്ദേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ദേവി പറയുമ്പോൾ, അയ്യോ ദേവി ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മുടെ ആനന്ദ്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, ഈ ട്രിപ്പേ നമ്മൾ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യും, അപ്പം അത് മതി എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം മോൾ ഇവിടെ നിന്ന് പയറ്റിക്കൊണ്ടിരിക്കുക ആനന്ദിനെ വശീകരിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മീന റൂമിലിരിക്കുമ്പോൾ നീ കിടക്കുന്നില്ലെന്ന് ചോദിച്ച് ആകാശ് വന്നു. ഇല്ല, അതൊന്നും പറ്റി, എനിക്ക് ചില കണ്ടീഷനുകൾ കൂടി പറയാനുണ്ടെന്ന് പറയുമ്പോൾ, പിന്നെ ഓരോ ഉടക്കായിട്ട് നീ വരുവാണോ മീനു എന്ന് ചോദിക്കുമ്പോൾ, ആഹാ അതെന്താ ആകാശേ അങ്ങനെ പറയുന്നേ, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഉടക്ക്, ബാക്കി ആരെന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങി നിൽക്കുന്നത് കേൾക്കാമല്ലോ കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മീനു ഒച്ച വെച്ചപ്പോഴത്തേക്ക് ആകാശ് ഓടി വന്ന് വാതിലങ്ങ് അടച്ചു. അതെ നീ എൻ്റെ ഭാര്യ അല്ലാതെ എൻ്റെ ഭർത്താവൊന്നും അല്ല എന്ന് പറയുമ്പം, ആകാശത്ത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, 17ലോ അതോ 18ലോ, ഏത് നൂറ്റാണ്ടാ? ഞാൻ 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്, വെറുതെ നാക്ക് വളച്ച് പറഞ്ഞാൽ മതിയോ അത്, അതിനനുസരിച്ച് ജീവിക്കുകയും കൂടെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഭർത്താവായാലും ഭാര്യ ആയാലും വിവാഹ ജീവിതത്തിൽ തുല്യ സ്ഥാനമുള്ളത് അതറിയാവോ, 2 പേരും പരസ്പരം കേൾക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ആകാശം ചോദിച്ചപ്പോൾ മീനും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.